അങ്ങനെ ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിക്കുന്ന വിധം പുതിയൊരു ചരിത്രവുമായിട്ട് വന്നിരിക്കുകയാണ് അല്ലു അർജുന്റെ സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ 2. എന്തൊക്കെയാണെങ്കിലും സിനിമ റിലീസായിട്ട് ഇന്നേക്ക് 6 ദിവസം കംപ്ലീറ്റ് ആവുകയാണ്. 6 ദിവസത്തിനുള്ളിൽ തന്നെ 1000 കോടി ക്ലബിൽ ഇടം പിടിച്ച ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയിലെ തന്നെ ആദ്യ ചിത്രമായിട്ട് മാറിയിരിക്കുകയാണ് പുഷ്പ 2. ഇതിനു മുന്നിറങ്ങിയ ഒരുപാടധികം കളക്ഷൻസ് നേടിയ ഇന്ത്യൻ മൂവീസ് ആണ് KGF ചാപ്റ്റർ 2, RRR, സലാർ, ബാഹുബലി 1, ബാഹുബലി 2, ദംഗൽ. ഈ പറയുന്ന 6 മൂവീസ് എടുത്തു നോക്കുകയാണെങ്കിൽ പുഷ്പ 2 വളരെ വേഗത്തിലാണ് 1000 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുഷ്പ 2 ഇറങ്ങിയ സമയം മുതൽ എല്ലാവരും കമ്പയർ ചെയ്യുന്നത് KGF ചാപ്റ്റർ 2മായിട്ടാണ്. കാരണം KGFൽ റോക്കി ബായെ, അതായത് യാഷിനെ എങ്ങനെ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ പുഷ്പ 2വിൽ അല്ലു അർജുനെ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പല വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും KGF ചാപ്റ്റർ 2 KGFുമാണ്, പുഷ്പ 2 പുഷ്പയുമാണ്. അത് തമ്മിൽ നമുക്ക് കൂട്ടി യോജിപ്പിക്കാനോ സിനിമയിൽ ഒരു കണക്ഷൻ കണ്ടുപിടിക്കാനോ സാധിക്കില്ല. അത് 100% എല്ലാ സിനിമ കണ്ടിട്ടുള്ള ജനങ്ങൾക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിനിമകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തൊക്കെയാണെങ്കിലും കളക്ഷൻ റെക്കോർഡുകളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാടധികം നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരുപാടധികം നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടും ഇത്രയും വേഗത്തിൽ 1000 കോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂവിയിൽ വളരെ നല്ല രീതിയിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം പുഷ്പ 1ഉം 2ഉം തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാത്ത പോലെ ആയിപ്പോയി. കാരണം പുഷ്പ 1ൽ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്ന വില്ലന്മാര് പുഷ്പ 2വിലേക്ക് വരുന്ന സമയത്ത് ഒരു കോമഡി ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് അതുപോലെ വിചാരിക്കുന്ന രീതിയിൽ, അതായത് ഫഹദ് ഫാസിലിന്റെ ബെൻവർ സിംഗ് ഷിഖാവത്ത് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം പുഷ്പ 1ലെ പോലെ അല്ല, പുഷ്പ 2വിൽ വരുന്ന സമയത്ത് ഫുൾ ഒരു കോമഡി കഥാപാത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേണ്ടാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പുതിയ വില്ലന്മാരെ കൂട്ടിക്കൊണ്ടുവരുന്ന രീതിയിലൊക്കെ ആയി പുഷ്പ 2വിലേക്ക്. എന്തൊക്കെയാണെങ്കിലും മുഴുവനായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ് പുഷ്പ 2. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു റെക്കോർഡ് നേടാനായിട്ട് ഇത്രയും പെട്ടെന്ന് പുഷ്പ 2വിന് സാധിച്ചിട്ടുള്ളത്. KGF ചാപ്റ്റർ 2 എന്ന് പറയുന്ന ആ ഒരു മൂവി ഈ പറയുന്ന 6 ദിവസങ്ങൾ കൊണ്ട് നേടിയത് 455 കോടി രൂപയായിരുന്നു. ഇതിപ്പോ പുഷ്പ 2 1000 കോടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോ ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രി തന്നെ ഏറ്റവും വലിയ സിനിമയായിട്ട് മാറാനും സാധ്യതയുണ്ട്. കാരണം ഇനിയും ഇത് ഒരുപാട് നാളുകൾ എല്ലാ തിയേറ്ററുകളിലും ഒരുപാട് നാളുകൾ ഫുൾ സീറ്റ് ഒക്കെ ആയിട്ട് ഓടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡേ ടു ഡേ ഇതിന്റെ ടിക്കറ്റുകളുടെ ബുക്കിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകളാണ് ഡേ ടു ഡേ വിറ്റ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാടധികം കളക്ഷൻ റെക്കോർഡുകൾ ഇനിയും നേടാനായിട്ട് പുഷ്പ 2വിന് സാധിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ സിനിമ കണ്ടിറങ്ങിയ പലർക്കും മനസ്സിലാവാത്തൊരു കാര്യം തന്നെയാണ് ഫസ്റ്റ് കാണിക്കുന്ന ജപ്പാനിലെ ഫൈറ്റ് സീൻ അല്ലു സ്വപ്നം കാണുന്നതാണോ അല്ലെങ്കിൽ അത് പാർട്ട് 3ലേക്കുള്ള ഒരു ലൂപ്പ് ഹോൾ ആണോ എന്നുള്ള കാര്യം. കാരണം ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് ഒരു ഫൈറ്റ് സീൻ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അതിനുശേഷം അത് അല്ലു സ്വപ്നം കാണുന്ന രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് പുഷ്പയിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് പുഷ്പ 2. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ റെക്കോർഡുകൾ വളരെ വേഗത്തിൽ തന്നെ നേടാനായിട്ട് പുഷ്പയ്ക്ക് സാധിച്ചത്. ഇതിപ്പോ KGFും സലാറും RRRും ബാഹുബലിയൊക്കെ നേടിയതിന്റെ ഇരട്ടി കളക്ഷൻസ് ആണ് ഈ പറയുന്ന 6th ഡേ തന്നെ പുഷ്പ 2വിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. 1000 കോടി ക്ലബിൽ 6 ദിവസങ്ങൾ കൊണ്ട് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രി തന്നെ ഏറ്റവും വലിയ പടമായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ ഒരുപാടധികം കാര്യങ്ങൾ പാർട്ട് 3ലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ട് 3യും ഇതുപോലെ തന്നെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു പടമായിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. പുഷ്പ 2 കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്